ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലു അർജുൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കേസ് ചുമത്തി പോലീസ് ഇന്ന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു. 14 ദിവസത്തേക്ക് അദ്ദേഹത്തിന് റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നൊരു കാര്യമാണ്. അപ്പം അദ്ദേഹം അവസാനമായിട്ട് ഭാര്യയ്ക്ക് ഈ പറയുന്ന കണക്ക് അവിടെ പോകുന്നതിന് മുന്നായിട്ട്, പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുന്നായിട്ട് ഒരു ചുംബനമൊക്കെ നൽകിയാണ് അദ്ദേഹം പോയിരിക്കുന്നതെന്ന് പറയുന്നത്. എന്ത് വലിയ സംഭവമാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീഡിയോ ഭയങ്കര സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെയ്തതിൻ്റെ കാര്യം നമ്മുടെ നിയമത്തിനെ കൊണ്ട് മാത്രമാണ്. എന്താണ് നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഒരു നിയമമല്ലേ, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളതെന്ന് പറയുന്നത്. പക്ഷെ പല സംസ്ഥാനങ്ങളിലും പല രീതിക്കാണോ ഈ നിയമം എടുക്കേണ്ടത്, പോകേണ്ടത്. ഇവിടെ എത്രയോ വലിയ ആൾക്കാർ പെൺകുട്ടികളെ പീഡിപ്പിച്ച മഹാന്മാർക്ക് കൃത്യമായിട്ട് കോടതി ജാമ്യം നൽകുന്നുണ്ട്. അവർ പുറത്തിറങ്ങി വിലസുന്നുണ്ട്. കോടതിയിലെ കേസ് കൊടുക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ മാത്രം അവർക്ക് ജാമ്യം കൊടുക്കാൻ അനുവാദം നൽകുന്നുണ്ട്. ആ സമയത്ത് ഈ കേസിന് എന്തുമാത്രം പ്രാധാന്യമാണ്, അല്ലെങ്കിൽ എന്ത് നിലനിൽപ്പാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ജോലി നടൻ എന്ന് പറയുന്നതാണ്. ആക്ടിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇവിടെ പകുതിയിലധികം നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ നടന്മാരും ഈ പറയുന്ന പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഈ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് പൈസ കിട്ടും. പക്ഷെ അതിൻ്റെ നിർമ്മാതാവ് അത്രയും പൈസ നടനെ വിശ്വസിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ട്, ലോസ് ആൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നടന് കിട്ടുന്ന പൈസയോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉള്ളുന്ന സമയത്താണ് ആ സിനിമ വിജയിപ്പിക്കണം, എന്നെ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്ത ആൾക്ക് അതിൻ്റെ ഫലം കൃത്യമായിട്ട് കിട്ടണമെന്നൊരു സംഭവം വരുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രീമിയർ ഷോ ആയിട്ട് ബന്ധപ്പെട്ട് രാത്രി 11 മണിക്ക് ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ എത്തുന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്ന ഒരു കാര്യമാണ്. പോലീസിൻ്റെ സുരക്ഷ വേണമെന്ന കാര്യം. അപ്പോൾ അത് കൃത്യമായിട്ട് സജ്ജീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഒരു മരണം ഉണ്ടാകുന്ന സമയത്ത് അതെങ്ങനെയാണ് ഈ അല്ലു അർജുൻ്റെ പേരിലേക്ക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പേരിൽ അല്ലു അർജുൻ്റെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ആ തിയേറ്റർ ഉടമ അങ്ങനത്തുള്ള മാനേജ്മെൻറ്റിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇനി അല്ലു അർജുൻ്റെ സുരക്ഷാ സേന അങ്ങനെ നിന്നിരുന്ന അവർ എന്തൊക്കെയോ തള്ളി മാറ്റി, അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായെന്നുള്ള രീതിയിൽ അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ സുരക്ഷാ വീഴ്ച വരുത്തിയ പോലീസിനെതിരെ കൂടെ കേസ് എടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമില്ലേ. പിന്നെ എന്തിനാണ് പോലീസിനെ അവർ അറിയിച്ചതെന്ന് പറയുന്നത്? അവർ പറയുന്നത് പോലീസിനെ കൃത്യസമയത്ത് അറിയിച്ചില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അല്ലു അർജുൻ്റെ അഡ്വക്കേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അറിയിച്ചിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് 11 മണിക്കുള്ള ഷോയിലൊക്കെ ഇത്രയും ഇതായിട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന വീട്ടുകാരുണ്ട്. ആ വീട്ടുകാരിൽ ഭാര്യയായിട്ടുള്ള രേവതി എന്ന് പറയുന്നവർ മരിച്ചു. കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണ്. അത് വല്ലാത്തൊരു അല്ലു അർജുൻ ഫാനാണ്, അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ രാത്രി കൊണ്ടുവന്നതെന്ന് ആ കുട്ടിയുടെ അച്ഛൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഇനി തൊട്ടടുത്ത നിമിഷമായിട്ട് അവരുടെ ഭർത്താവ് തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്, അയാളെ അറിയിച്ചിട്ടില്ല, പോലീസ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നൊരു കാര്യം, ഈ പറയുന്ന അറസ്റ്റോ അങ്ങനത്തുള്ള കാര്യങ്ങളോ അറിയിച്ചില്ല, എനിക്ക് കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നുള്ള അർത്ഥത്തിലേക്ക് അയാൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്ര പേരാണ് ഇതിൻ്റെ പിന്നാലെ തൂങ്ങുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയുന്ന ഒരു കാര്യമല്ല. ഇത് 25 ലക്ഷം രൂപയോളം അയാൾ കൊടുക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞിൻ്റെ ചികിത്സാ ചെലവ് മൊത്തം അയാൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുമാതിരി അയാൾ എന്തോ മനഃപൂർവ്വം ക്രൂശിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ അയാൾ എനിക്കിതൊക്കെ കേട്ട സമയത്ത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ശബരിമലയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആക്സിഡൻറ്റ് നടക്കാറില്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്. ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ അയ്യപ്പനെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഒരു മരണം സംഭവിച്ചാൽ അയ്യപ്പൻ്റെ പേരിലാണോ കേസ് എടുക്കാൻ പോകുന്നത്? നമ്മൾ സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി ചെയ്യുന്നു. സെക്രട്ടേറിയറ്റിൽ സമയത്ത് കൃത്യമായിട്ട് നമ്മൾ പഞ്ച് ചെയ്യണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അവിടെ പോകുന്ന സമയത്ത് നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി നമ്മൾ മരിക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിനെയാണോ കുറ്റം, അതല്ലേ അവിടുത്തെ ആൾക്കാർക്ക് ഭരണകേന്ദ്രങ്ങൾക്കെതിരെയാണോ നമ്മൾ ഇത് എടുക്കുന്നതെന്ന് പറയുന്നത്? ആ മനുഷ്യൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് എൻ്റെ ചുറ്റിനും അടിച്ചു കൂടണം, എന്നെ ഭയങ്കരമായിട്ട് പൊതിയണം, അല്ലെങ്കിൽ എൻ്റെ സിനിമ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ വരണമെന്ന് പറഞ്ഞാൽ അയാൾ പ്രഷർ ചെലുത്തിയിട്ടില്ല. അയാളോടുള്ളൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തിൻ്റെ പേരിൽ ആൾക്കാർ അതിൽ കിടക്കുന്നത് കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ നാട്ടിൽ ഇതിനു മുന്നും ഈ ഇടയ്ക്ക് നടന്നൊരു സംഭവമുണ്ട്. മറ്റൊരു നടൻ്റെ സിനിമ റിലീസല്ല, അത് ഷോ ചെയ്യുന്നതിന് മുന്നേ എന്തോ ടൈമിൽ എന്തോ താമസം വന്നതിൻ്റെ പേരിൽ ആ നാട്ടിലുള്ള ആൾക്കാർ അവിടുത്തെ തിയേറ്റർ അടിച്ച് നിരപ്പാക്കിയൊരു സംഭവം വാർത്ത വന്നിട്ടുണ്ട്. അത്രയും കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഒരു കൂട്ടം ഈ ഫാൻസ് പ്രാന്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്നതിൻ്റെ പേരിൽ ഇവരും മനുഷ്യരാണ്, അവർക്ക് വെളിയിൽ ഇറങ്ങേണ്ട കാര്യങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളില്ല. അവരും എന്താണ് പ്രത്യേകിച്ചുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് അഭിനയിക്കാനുള്ള ടാലൻ്റ് ഉണ്ട്, അവർക്ക് കിട്ടുന്ന വേഷങ്ങൾ അവർ അത്ര നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവരോട് ആരാധന തോന്നിയൊക്കെ നമുക്ക് പറയും. പക്ഷേ ഓവറായി കഴിഞ്ഞാൽ, ഇതിനു മുന്നേ ഞാൻ ഒരു വാർത്ത കേട്ടിട്ടുണ്ട്, ഇപ്പോഴൊന്നും അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരിക്കുന്ന ടൈമിൽ എന്തോ ആണെന്ന് തോന്നുന്നു, വിജയ് സിനിമ എന്തോ റിലീസിൻ്റെ ടൈമിൽ എന്തോ
ഇതുപോലെ മുകളിൽ കയറിയിട്ട് വിജയുടെ ഫ്ലെക്സോ എന്തോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി പാലഭിഷേകം എന്തോ നടത്തുന്ന സമയത്ത് എന്തോ താഴെ വീണ് ഒരു പയ്യൻ മരിച്ചതായിട്ടുള്ള ഒരു സംഭവം, അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് അന്ന് ഈ വാർത്തയൊന്നും ഭയങ്കരമായിട്ട് വിജയുടെ പേരിൽ കേസെടുക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല. നടന്നിട്ടുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുമ്പോൾ സമയത്ത് ഇതിനൊക്കെയാണോ കൂടുതൽ ഇത് കൊടുക്കേണ്ടത്? എത്രയോ ആൾക്കാർ പീഡിപ്പിച്ചവർ, കൊലപാതകം ചെയ്യുന്നവർ, തീവ്രവാദ കുറ്റം ചെയ്യുന്ന ആൾക്കാർ, സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആൾക്കാർ ഒക്കെ ഇത്രയും ലാഘവത്തോടെ ഇവിടെ വിരാജിക്കുന്ന സമയത്താണ് അയാൾ മനഃപൂർവ്വമല്ല, അയാൾ എന്താണ് ചെയ്തത്? അയാൾക്ക് വെളിയിലിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അയാൾ മനുഷ്യനല്ലേ? അയാൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾ വന്ന സമയത്ത് പൊതിഞ്ഞ ആൾക്കാരല്ലേ പറയണ്ടുള്ളതെന്ന് പറഞ്ഞാൽ അയാൾ ആക്ട് ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് അയാളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെയല്ലേ കുറ്റം പറയേണ്ടതെന്ന് പറയുന്നത്? അയാൾക്ക് പുറത്തിറക്കാനുള്ള അവകാശമില്ല. അയാൾ വന്ന സമയത്ത് തടിച്ചുകൂടുക, അതിൻ്റെ ഇടയിൽ ബഹളം ഉണ്ടാവുക, പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാതാവുന്നു, അതിൻ്റെ ഇടയിൽ പെടുന്നു, ആ കുട്ടി പെടുന്നു, അവർ പെടുന്നു, ശ്വാസം മുട്ടുന്നു, ആ സ്ത്രീ മരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിൽ അല്ലു അർജുൻ അവിടെ നിന്ന് ആൾക്കാരെടുത്താൽ ശരി നിങ്ങൾ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലു, അല്ലെങ്കിൽ ചവിട്ടി കൊല്ലു, നിങ്ങൾ ഞെരുക്കി കൊല്ലു എന്നൊന്നും അയാൾ പറഞ്ഞില്ലല്ലോ. അയാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞോ? ഇനി അത് പോട്ടെ, എൻ്റെ സിനിമകൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് നശിപ്പിക്കും, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വാദഗതി അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇഷ്ടമുള്ളവർ വന്ന് കാണുക എന്ന് തന്നെയാണ് എല്ലാവരും ആൾക്കാർ പറയുന്നത്. അതുപോലും ഇയാൾ പറഞ്ഞു എന്നുള്ള സംഭവം പോലും എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം പോലും പറയുന്ന എല്ലാ നടന്മാരും പറയും സിനിമ ഇറങ്ങുവാണെന്നൊരു സംഭവം വരും. പക്ഷേ അല്ലു അർജുൻ്റെയൊക്കെ സിനിമയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആവശ്യം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. അത്രയധികം നമ്മുടെ കേരളത്തിൽ അടക്കം അത്രയധികം ഫാൻസ് ഉള്ള ഒരാളാണ്, ഒരു നടനാണ് ഈ പറയുന്ന അല്ലു അർജുൻ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നിയത് ഈ ഒരു സിനിമ ഇറങ്ങുന്ന ടൈമിൽ തന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ സിനിമ റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ കേസ് എന്തോ സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മുക്തമായിട്ട് മുന്നോട്ട് പോയൊരു സിനിമയാണിതെന്ന് പറയുന്നത്. ആഗോളതലത്തിൽ തന്നെ നല്ല രീതിക്ക് പൈസ വാരിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ഉത്തരേന്ത്യയിലടക്കം നല്ല രീതിക്ക് കളക്ഷൻ ഉണ്ടെന്നാണ് ഈ പറയുന്ന പൊതുവെ വന്നിട്ടുള്ള റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ആ സിനിമ കണ്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കുറേയധികം ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്, കുറേയധികം ആൾക്കാർ അല്ലാത്ത വേർഷൻ പറയുന്നുണ്ട്, ഡാൻസ് നല്ലതെന്ന് പറയുന്നുണ്ട്, കഥ ഫ്ലോപ്പ് ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്, ചിലവർ നല്ലതെന്ന് പറയുന്നുണ്ട്, അയാളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും ഞാനിത് കണ്ടിട്ടില്ല, പക്ഷേ എന്തായാലും നല്ല രീതിക്ക് പൈസ വാരുന്നൊരു സിനിമ തന്നെയാണ്. അപ്പം ഇതിൽ എന്തിനാണ് ഇയാൾക്ക് ഇത്രയും വലിയൊരു സംഭവം തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കുറേയധികം ആൾക്കാർ പറയുന്നുണ്ട് ഇത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇതൊരു സംഭവം നടക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ചിത്രീകരിക്കാൻ അത്രയും താഴ്ന്ന ലെവലിലേക്കൊക്കെ ഈ ഒരു സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കാനൊക്കെ ഇയാളൊക്കെ ഈ പറയുന്ന അല്ലു അർജുനെ പോലൊരു നടനൊക്കെ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് വിശ്വാസത്തിൽ എടുക്കാൻ തോന്നില്ല. കാരണം പൊതുമാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ആൾക്കാരുടെ മുന്നിലേക്ക് വീട്ടിലെ പോലീസുകാരെ വരുത്തുക, അങ്ങനെ അതിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കുക, കോടതി അടക്കം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യിപ്പിക്കുക, അത്തരത്തിലുള്ളൊരു പ്രൊമോഷൻ നടത്താൻ വേണ്ടി മാത്രം അത്രയും തരം താഴ്ന്ന ഒരാളാണോ? അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അതിന് കൂട്ടു നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അതൊന്നുമല്ല. ഇത് പ്രത്യേകിച്ച് എന്തോ ഒരു സംഭവമുണ്ട്. ഇപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ രേവതി എന്ന് പറയുന്ന മരണപ്പെട്ടുപോയ സ്ത്രീയുടെ ഭർത്താവ് എന്തായാലും ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നുള്ള രീതിക്ക് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് കേസില്ലെങ്കിൽ പിന്നെ ആർക്കാണ് നഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇതിൽ കൂടുതൽ ഊരാക്കുടുക്കായിട്ട് അയാളിലേക്ക് പ്രഷർ ഉണ്ടാക്കി ആരെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ കുടുംബത്തിന് കിട്ടേണ്ട പൈസയും അയാളെ കുഞ്ഞിൻ്റെ ചിലവടക്കം ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് തിരിച്ച് അടിക്കുക എന്ന് പറയുന്നത്. ആരും അവസാനം ഹെൽപ്പ് ചെയ്യാൻ കാണത്തില്ല ആ മനുഷ്യന്. ഇപ്പം ഈ മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും. പക്ഷേ ഈ സിനിമ പ്രൊമോഷൻ ആയിരിക്കത്തില്ല, ചിലപ്പം ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുമ്പോൾ ഈ സിനിമ വേണ്ട എന്നുള്ള രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷേ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര അതിശയമായി തോന്നി ഒരു വാർത്ത കേട്ട സമയത്ത്. അതുകൊണ്ട് ഇതിൽ പ്രതികരിക്കണമെന്ന് തോന്നി. ഞാൻ ലൈവ് സെക്ഷനിൽ വന്നിട്ടും ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു. പക്ഷേ ലൈവ് എന്തോ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്നും അതിനെക്കുറിച്ചൊന്നും കേട്ടതൊന്നുമില്ല. ഇവിടുത്തെ നിയമവ്യവസ്ഥയെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തോ വല്ലാത്തൊരിത് തോന്നി. കഴിഞ്ഞ ദിവസം നമ്മുടെ അതിജീവിത കേസിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അവരുടെ മെമ്മറി കാർഡ്, ആ ഒരു ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ തുറന്ന് പരിശോധിച്ചു എന്ന ഒരു സംഭവത്തിനകത്ത് യാതൊരു നടപടി എടുക്കാത്തതിനെ തുടർന്ന് അതിജീവിത നമ്മുടെ പ്രസിഡന്റിന് കത്തയക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു ഒരു സംവാദം വരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ അവിടെ വന്നിരുന്നിട്ട് അതിജീവിതയെ കളിയാക്കുന്ന തരത്തിലേക്ക് സംസാരിക്കുന്നത് പോലും കേട്ടതാണ്. ഇതിപ്പം ദിലീപ് എന്ന് പറയുന്ന നടനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീ അവരനുഭവിച്ചൊരു വേദനയുണ്ട്, ഒരിതുണ്ട്, അവർക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം. അവരിപ്പം അയാൾ പറയുന്ന ദൃശ്യങ്ങളടക്കം മറ്റേ ഫോട്ടോസ് അടക്കം കെട്ടിച്ചമച്ചു, ഇവിടെ വല്ല വേറെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ഇതിനെക്കുറിച്ച് കേസ് കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് പറയുന്നത് ഭയങ്കരമായിട്ടങ്ങ് താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സ്ത്രീ എനിക്ക് ഈ പറഞ്ഞ രാഹുൽ ഈശ്വറിന് പെൺമക്കളാണോ ആൺമക്കളാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പെൺമക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷമുണ്ട്. അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു പ്രശ്നമാണ്. ഇപ്പം ദിലീപാണ് കുറ്റക്കാരനെങ്കിലും അല്ലെങ്കിൽ പോലും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതൊന്നുമല്ല.
തൻ്റെ അത്രയും എന്ന് പറയുന്നത് ആ ഒരു മെമ്മറി കാർഡിൽ ഉള്ളിലിരിക്കുന്നത് അവരുടെ ജീവിതമാണ്, അവരുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം അത് ലീക്കാവുമോ, അത് തുറന്ന് പരിശോധിച്ചവർക്ക് അത് കോപ്പി ചെയ്തോ സംഭവം ഒന്നും അറിയാൻ പറ്റത്തില്ല. അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, അത് മാറിയിട്ടില്ല, ഇത് മാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ എന്ത് നടക്കാം? അത് നടക്കാതെ ഒരു സംഭവം ഒരു ക്വസ്റ്റ്യനിങ്ങോ അല്ലെങ്കിൽ ഒരു പെറ്റീഷനോ ഒക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ ഒരു സംഭവത്തിൽ അതിജീവിതയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദന അറിയിക്കുന്ന സമയത്ത് അതിനെ പരിഹസിക്കുന്ന തരത്തിലേക്ക് പോലും പോകുന്നുണ്ട്. അപ്പം അതിനെതിരെ ഒന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഒന്ന് പറയുന്നതോ ഒന്നും കേൾക്കുന്നില്ല. എന്തൊക്കെ ആയിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കാണുന്നതെന്ന് പറഞ്ഞത്. പല സ്ഥലത്തും പല രീതിക്കുള്ള നിയമവ്യവസ്ഥതയാണെന്നാണ് തോന്നുന്നത്.